മമ്മൂക്കയാണ് അവനെ വെച്ചാൽ മതി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷൂട്ട് തുടങ്ങിയ 3-4 ദിവസമായിട്ടും അതൊന്നും പറയുന്നില്ല. ഞാൻ ഈ പടം കണ്ടോണ്ട് അതാനിപ്പോഴും എനിക്കറിയാം, സന്തോഷമുണ്ട്. പേരെടുത്ത് പറയുന്നില്ല, പല ആളുകളും റിവ്യൂവേഴ്സ് ഇവിടെ ഉള്ളവർ പറയുന്നതിനെ തെറി വിളിക്കുന്ന ഫിലിം മേക്കേഴ്സിനെ കണ്ടിട്ടുണ്ട്. മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും. ഇവര് പറഞ്ഞത് കൊണ്ടും ഇവര് നാണം കെടുത്തിയത് കൊണ്ടും ഒരുപാട് പേര് നന്നായിട്ടുമുണ്ട്. എനിക്ക് പേഴ്സണലി പല പടങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടുള്ള ആൾക്കാരെ അറിയാം. വീണ്ടും ഒന്നുകൂടെ റീതിങ്ക് ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ സിനിമയിൽ കയറാൻ യാതൊരു പാടുമില്ല. നിന്ന് പഴയ്ക്കാനുള്ള പാട് ഭയങ്കരം പ്രശ്നമാണ് ഇവിടെ നിന്ന് പഴയ്ക്കാൻ. കല്യാണത്തിന് വിളിച്ചു ചോദിച്ചപ്പോൾ വരരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്ന ആളുകളുണ്ട്. അവർ വന്നു എടുത്തു, ഓക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ പ്ലീസ് റിമൂവ് ചെയ്യണമെന്ന് പറയുമ്പോൾ റിമൂവ് ചെയ്യാതിരിക്കുമ്പോഴാണ് അവരത് എത്രത്തോളം ഇത് ഞങ്ങളുടെ റൈറ്റ് ആണെന്ന് വിചാരിക്കുന്നത് എന്നുള്ളതാണ്. ഇവർ കൊണ്ടു നടന്ന് കൊട്ടിഘോഷിക്കുന്ന ഇവരുടെ ഇഷ്ടത്തിന്, ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് ഇവരുണ്ടാക്കുന്ന തംബ്നെയിൽസ് ഭയങ്കര മോശമായിട്ട് തന്നെയാണ് വരുന്നത്. സേഫ് ആവാതെ പോകുന്ന പടങ്ങൾ മാർക്കറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതുപോലെ പോയിരുന്നു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയി മാറും. നമ്മൾ വഷളം ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരിക്കേണ്ടി വരും. അയാൾ വന്നിറങ്ങിയപ്പോൾ കണ്ടോ, അയാളുടെ ഔട്ട്ഫിറ്റ് വർത്ത് എത്രയാണ്, ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരും. അയാളുടെ ഭാര്യയും കൂടെ വന്നപ്പോൾ കണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇട്ടിരിക്കുന്ന ഷർട്ടിന്, മുണ്ടിന് എന്താണ് വില? പുച്ഛവും ദേഷ്യവും തോന്നും. പക്ഷേ നമ്മളിങ്ങനെ ഞാൻ പണിയെടുത്ത കാശിന് ഞാനെന്തോ മേടിച്ചിട്ടാലെന്താ. നമസ്കാരം. ഒരു കട്ടിൽ ഒരു മുറി എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ആ സിനിമയിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹക്കീം ഷാജഹാനാണ് നമുക്കിപ്പം ചേരുന്നത്. വെൽക്കം ഹക്കീം. താങ്ക് യു. ഇപ്പോൾ ഹക്കീം ഷാജഹാൻ ഒരു മുഴുനീള നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മുൻപും സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ കഥ ഇന്നുവരെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഹക്കീമിനെ പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഹക്കീമിൻ്റെ തുടർച്ചയായ സിനിമകൾ വരുന്നു. ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം വീണ്ടും ഒരു നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് അല്ലെ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. അതിന്റെ പ്രേക്ഷക പ്രതികരണവും വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ? പ്രതികരണങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയോ? എങ്ങനെ എക്സൈറ്റഡ് ആണോ? തീർച്ചയായും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വളരെയധികം സന്തോഷമുണ്ട്. ആളുകൾ പടം കണ്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്, ഒരുപാട് കണക്റ്റ് ആയി എന്ന് പറയുന്നുണ്ട്. ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അവസാനത്തെ ക്ലൈമാക്സ് പോർഷനൊക്കെ ഭയങ്കരമായിട്ട് വർക്കായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതൊക്കെയാണ്. ഇപ്പോൾ ഹക്കീമിലേക്ക് ഓരോ കഥാപാത്രങ്ങളും എത്തുമ്പോൾ അതിനെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇപ്പം എനിക്ക് ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട, അങ്ങനെ ഒരു ചോയ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? അല്ല, എനിക്ക് ആ ഒരു പ്രിവിലേജിൽ ഞാൻ എത്തിയിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ലൈക്ക് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും കഥകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വന്നിട്ടില്ല എൻ്റെ എക്സ്പീരിയൻസിൽ. പക്ഷെ എന്നാലും ഒരുപാട് സിനിമകളോട് നമുക്ക് നോ പറയേണ്ടി വരും. ഒന്നില്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും സിനിമയിൽ. അല്ലെങ്കിൽ സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങോ അല്ലെങ്കിൽ സിനിമ എനിക്ക് അത്ര വർക്കാവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എലമെന്റ്, ഒരു ഹുക്കിംഗ് പോയിന്റ്, എന്തെങ്കിലും റിലേറ്റബിലിറ്റി നമുക്ക് അതിനകത്ത് കിട്ടിയാൽ വളരെ ഹാപ്പിയാണ്, ചെയ്യാം എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ വന്നതിൽ അങ്ങനെ തിരസ്കരിച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട്. അപ്പം പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഫാക്ടേഴ്സ് നമുക്ക് അതിനകത്ത് പറയാം. ഒരു കാര്യം മാത്രം പറയാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ സിനിമ കൊണ്ട് എനിക്ക് ഉപകാരം വേണം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സിനിമയ്ക്ക് ഉപകാരം വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നല്ല എഫേർട്ടാണ്, ഭയങ്കര എഫേർട്ടാണ്. രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 9 വരെ ഈ ജോലി തന്നെ ചെയ്ത് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയി പോകും. അപ്പോൾ അതില് അത്യാവശ്യം ആളുകൾക്ക് കണ്ടിഷ്ടപ്പെടണം, എന്റർടൈൻഡ് ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ചെയ്യുന്നത്? അപ്പൊ ഈ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഹക്കീം ഷാജഹാൻ എന്നുള്ള നടൻ മുതിരുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് ഹക്കീം ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പൊ കടകനൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മാസ് ആക്ഷൻ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ പ്രണയവിലാസത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു റൊമാൻറ്റിക് മൂവി ചെയ്യാൻ പറ്റി. ഇപ്പൊ കഥ ഇന്ന് വരികയാണെങ്കിലും അതിലും ഒരു പ്രണയം ഒക്കെ ഉള്ളതാണല്ലോ. അപ്പൊ ഈ പ്രണയവിലാസമൊക്കെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഈ പ്രണയവും വൈകാരികമായ മുഹൂർത്തങ്ങളും അതിൻ്റെ ഒരു നഷ്ടവും അത്തരം ലെയറുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അല്ലേ ഹക്കീം ചെയ്തത് തന്നെ. ഇപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്ന ബസൂക്കൊക്കെ ആണെങ്കിലും ഞാൻ മുൻപ് ഹക്കീം പറയുന്നത് തന്നെ കേട്ടിട്ടുണ്ട്, കഥാപാത്രം വ്യത്യസ്തമായിട്ടായിരിക്കും അല്ലെ മമ്മൂട്ടിയുടെ കൂടെയൊക്കെയുള്ള. അപ്പോൾ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇപ്പോൾ സമീപകാലത്ത് തന്നെ ഹക്കീമിനെ പോലെ ഒരാൾക്ക് കരിയറിൽ വ്യത്യസ്തമായ ജോണറുകളിലെ സിനിമകൾ
ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ഭാഗ്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അതൊരു ചലഞ്ചിങ് ആണ്. പക്ഷെ അതിൽ ഹക്കീം സക്സസ് ആയി എന്ന് ഞാനൊരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് പറയും. അല്ല, ഇതിപ്പോ നമുക്കിതിപ്പോ എത്ര ചെയ്താലും ഒരു തൃപ്തിയില്ലായ്മ ഉണ്ടാവും. കുറച്ചും കൂടെ ബെറ്റർ ആകാം. ഞാൻ ചെയ്ത പെർഫോമൻസ് എനിക്ക് തിയേറ്ററിൽ കാണാൻ ഭയങ്കര ചമ്മലും ഒരു ചളിപ്പ് ഫീലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയാണല്ലോ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്, ബെറ്റർ ആക്കായിരുന്നല്ലോ. അന്നത്തെ എന്റെ സെൻസിബിലിറ്റി, അന്നത്തെ എന്റെ ടൈം, അന്നത്തെ ചിലപ്പോൾ ലാസ്റ്റ് ഷോട്ട് ആയിരിക്കും, കറണ്ട് അല്ല ലൈറ്റ് പോവായിരിക്കും, പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്നതായിരിക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഇപ്പൊ ഈ ഒരു കട്ടിലൊരു മുറിയാണെങ്കിൽ കൂടി ഞാനത് ഷോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓഡിയൻസിന്റെ കൂടെ ഇരുന്നാണ് പടം കാണുന്നത്. അപ്പോൾ അതല്ലാതെ എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പിന്നെ കാണാൻ പറ്റില്ല. ഈ ആക്ടിംഗ് ലാബിൽ നിന്നൊക്കെ വന്നതിന്റെ അത്തരം ചില പരീക്ഷണങ്ങളും ചില അഭിനയങ്ങളും ഒക്കെ അതിന്റെ ഒരു ഗുണം നന്നായിട്ട് ഫീൽ ചെയ്യുന്നു. തീർച്ചയായും. കാരണം ആക്ട് ലാബിൽ ഞങ്ങളൊരു 8 വർഷത്തോളം ഞങ്ങള് സ്വന്തമായിട്ട് പ്ലേ എഴുതി, ഞങ്ങൾ തന്നെ ചെയ്ത്, ഞങ്ങളുടെ കൂട്ടുകാർ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒരാളെ പ്ലേ ചെയ്യിപ്പിക്കും. ഒരാഴ്ച ഒരാളുടെ പെർഫോമൻസ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ആളിറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ വട്ടത്തിലിരുന്ന് കാര്യം പറയും, മോനെ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, സ്ക്രിപ്റ്റ് അങ്ങനെ മോശമായി. ഒരു പടം ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാരക്ടറിനെ ഞങ്ങൾ ഡീകോഡ് ചെയ്യും. ഏതെങ്കിലും നല്ല ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിളിച്ചിരുത്തി കാണിക്കും. അത് ഭയങ്കര രസമുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും വളരാൻ. നമുക്ക് എങ്ങനെ ഒരു ആക്ടർ ആവണം എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ 100% കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ചെയ്തു വെച്ചാൽ തന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടി അത് നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഈ കഥാപാത്രം ഇങ്ങനെ അല്ല പെരുമാറേണ്ടിയിരുന്നത് എന്നൊക്കെ ഒരു തിരുത്തു തോന്നുന്ന കഥാപാത്രം ഉണ്ടോ? അങ്ങനെ ഒരു കഥാപാത്രം എല്ലാ സിനിമയും നമുക്ക് കാണുമ്പോഴും ഉറപ്പായിട്ടും എനിക്ക് ഒന്നാമത് രണ്ടാമത്തെ പ്രാവശ്യം കാണാൻ പറ്റിയില്ല. ശരി, വിനോദിനെ അങ്ങനെയൊക്കെ വീണ്ടും കണ്ടപ്പോ ഹക്കീമിന് തോന്നിയ ഒരു മാറ്റം വരുത്താമായിരുന്നു തോന്നിയ ഒരു ഘടകം പറയും. എനിക്ക് തോന്നിയിട്ടുണ്ട്, ലൈക്ക് ഇതിങ്ങനെ ആയിരുന്നില്ല വേണ്ടത്, കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു, ഞാനത് മോശമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുറച്ചും കൂടെ ടൈം എടുക്കായിരുന്നു. ലൈക്ക് ഒരു താളം കൊടുക്കായിരുന്നു, കുറച്ചും കൂടെ ഒരു താളം കൊടുക്കായിരുന്നു, വയ്യാകെ കുറച്ചും കൂടെ കൊടുക്കായിരുന്നു. ലൈക്ക് ഓവർ ആക്കായിരുന്നല്ല ഞാൻ പറഞ്ഞത്. ഡയലോഗ് പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഇത്രയധികം ഫാക്ടേഴ്സ് തലയിലിരിക്കുക. ഒന്ന് ബോഡി, ഒന്ന് കണ്ണ്, 2 പുരികം, നെറ്റിയൊക്കെ ചുളിച്ച് ഇത്രയധികം ക്യാരക്ടർ പിടിച്ചിരുന്ന് ഈ ഒരു രീതി പറയുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഡയലോഗ് പറഞ്ഞു തീർക്കാൻ ഉള്ളിൻ്റെ ഉള്ളിലൊരു വ്യഗ്രത ഉണ്ടാവും. അപ്പോൾ അതിനൊരു താളം കൊടുക്കായിരുന്നു, കുറച്ചും കൂടി താളം കൊടുക്കായിരുന്നു, മോഡുലേഷൻസ് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ ഒരുപാട് എല്ലാ ക്യാരക്ടേഴ്സിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ ഒരു കട്ടിൽ ഒരു മുറി ഞാൻ കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തത് വളരെ പൊയറ്റിക് ആയ സംഭാഷണങ്ങളാണ്. അതിൽ പല കഥാപാത്രങ്ങളും ഇപ്പൊ പ്രത്യേകിച്ച് പൂർണിമ ഇന്ദ്രജിത്ത് ചെയ്ത അക്കമ്മയുടെ കഥാപാത്രങ്ങൾക്കൊക്കെ അത്രത്തും ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭാഷണങ്ങൾ വരുന്നുണ്ട്. ആ സിനിമ തന്നെ ഇപ്പൊ രഘുനാഥ് പാലേരി അതിനെക്കുറിച്ച് ആ സിനിമയെ കുറിച്ച് വിവരിക്കുമ്പോൾ തന്നെയും അത് പൊയറ്റിക് ആണ്. പക്ഷെ ഈ പറയുന്ന പോലെ ഹക്കീമിന്റെ കഥാപാത്രത്തെ അത്തരം സംഭാഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ സുഹൃത്തിനോടൊക്കെ സംസാരിക്കുന്ന ചില സംഭാഷണങ്ങൾ അങ്ങനെയാണ്, കുറച്ചും കൂടി നമ്മൾ അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് സംഭാഷണങ്ങളല്ല. പക്ഷെ ഹക്കീം ആ കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് വ്യക്തിപരമായി എനിക്ക് ഫീൽ ചെയ്തു. അത് ഹക്കീം ഇതുവരെ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളിലും ഒരു റിയലിസ്റ്റിക് ടച്ച് കിട്ടുന്നുണ്ട്. ചിലർക്ക് പാളിപ്പോവാറുമുണ്ട് ചില ആക്ടേഴ്സിനൊക്കെ. ഇപ്പോൾ നമ്മുടെ പറയില്ല ഒരു ക്രിഞ്ച് ആവുന്ന തരത്തിലേക്കൊക്കെയുള്ള അഭിനയങ്ങൾ വരുമെന്ന് പ്രേക്ഷകർ തന്നെ പറയാറുണ്ട്. ഇപ്പോൾ പലരെയും ഇപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ ഹക്കീമിന് അത്തരത്തിലുള്ളൊരു ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നൊരു നെഗറ്റീവ് കമന്റ് കേട്ടിട്ടില്ല ഇതുവരെ. നമ്മളെല്ലാം ഇത് എഴുതുന്നതും ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടാണ് എഴുതി വെക്കുന്നത്. പക്ഷെ പെർഫോമൻസ് ആണ് അവരെ ആ സീനിനെ ഭയങ്കര നാച്ചുറൽ ആക്കി മാറ്റുന്നത്. അപ്പൊ ഈ ഡയറക്ടറുടെ കോളാണ് എത്രത്തോളം നാച്ചുറൽ വേണം, എത്രത്തോളം ഡ്രാമ ഇതിനകത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഡയറക്ടർ പറയുന്നത് കേൾക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഷാനവാസ് അടിപൊളിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട് സ്ക്രിപ്റ്റ്. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ അയ്യോ ഇതിനകത്ത് കുറച്ച് കൂടുതലാണോ എന്ന് ഷാനവാസ് കഴിക്കുമ്പോൾ ഇല്ല, അപ്പൊ നിനക്കെന്താ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയൂ എന്ന് പറയും. അപ്പോൾ ഞാനന്ന് ഇങ്ങനെ പറയട്ടെ, അത് കുറച്ചും കൂടെ എനിക്കത് ഒരുപാട് ഡ്രാമയായി പോയിട്ടുണ്ടെങ്കിൽ എനിക്കിത് പറ്റുമോ എന്ന് എനിക്കറിയില്ലാത്തത് കൊണ്ട് ഞാൻ കണ്ട രുക്മാംഗതൻ എങ്ങനെയാണോ അതുമായിട്ട് സെറ്റാവുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി വരുമ്പോൾ ഞാനത് കുറച്ചും കൂടി എന്നിലേക്ക് അടുപ്പിക്കാനാണ് ഞാൻ നോക്കിയത്. അല്ല, അങ്ങനെ ഷാനവാസ് കോഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ഡയറക്ടേഴ്സുമായിട്ടും നമ്മൾ ക്യാരക്ടർ നമ്മുടെ കയ്യിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പേസിൽ നിന്ന് ഒരു ഡയമെൻഷനിൽ നിന്ന് ആ ക്യാരക്ടർ തെന്നി മാറുമ്പോൾ നമ്മൾ പേടിയാവും. നമുക്ക് ഇതെല്ലാം ഞാൻ കണ്ടു തുടങ്ങിയത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. നമുക്ക്
മനസ്സിലായി. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ക്യാരക്ടർ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ്. അപ്പോൾ ഏതെങ്കിലും ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്തും. ഇതിൽ ഡയറക്ടറും നമ്മൾ വരുന്ന സംസാരിച്ച് ഒരു മിഡിൽ ഗ്രൗണ്ടിലോട്ട് എത്തും. ഇപ്പോൾ റീസെന്റ് മീശ എന്ന് പറയുന്ന പടം, MC ജോസഫിന്റെ പടം, വികൃതി ചെയ്ത്, അപ്പോൾ അതിനകത്തൊരു പോയിന്റിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ലൈക്ക് ഞാനിത് അതെങ്ങനെ ചെയ്യും, ആ കോസ്റ്റ്യൂം ആണെങ്കിൽ എനിക്കത് പറ്റുമോ, ഈ കോസ്റ്റ്യൂം ആണെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ ആയിരിക്കില്ലേ. ഇപ്പൊ ഡയറക്ടർക്ക് അത് വേണമായിരുന്നു, എനിക്കിത് വേണമായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് സംസാരിച്ച് ഒരു പോയിന്റിലെത്തി. എങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യവും ഡയറക്ടർ ഉദ്ദേശിക്കുന്ന കാര്യവും ഈ കോസ്റ്റ്യൂമിൽ കൊണ്ടുവരാമെന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന തീരുമാനത്തിലാണ് നമുക്ക് അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം കിട്ടുക, മൂന്നാമതൊരു കോസ്റ്റ്യൂം കിട്ടുക. അപ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് അത് അങ്ങനെ ഒരു ക്ലൈമാക്സ് പോർഷനിലൂടെ എത്തുമ്പോൾ ആ ബോഡി അങ്ങനെ ആയിരിക്കണം, അത് അല്ലെങ്കിൽ ആ ഡ്രസ്സ് അങ്ങനെ ആയാലാണ് കുറച്ചും കൂടെ ആ ക്യാരക്ടറിന്റെ ട്രാവൽ ഓഡിയൻസിന് മനസ്സിലാവും എന്നുള്ളൊരു എന്റെ ധാരണ ഡയറക്ടർക്ക് മനസ്സിലായി. ഡയറക്ടർക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കും മനസ്സിലാവുമ്പോഴാണ് ഒരു മിഡിൽ ഗ്രൗണ്ടിൽ എത്തുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പൊ പലപ്പോഴും ഡയറക്ടറുടെ ടേക്ക് ആണ് എന്ന് നമ്മൾ പറയുമെങ്കിലും ഇപ്പൊ പലർക്കും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇപ്പൊ ആക്ടേഴ്സിന് തന്നെയും അവര് ചില അഭിപ്രായങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ സംഭാഷണങ്ങളിൽ ചില അതിവൈകാരികതയൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൂടി എത്തിയിട്ടുണ്ടോ മലയാള സിനിമ? ഞാൻ ഉദ്ദേശിച്ചത് പണ്ടൊക്കെ അങ്ങനെ അല്ല. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് തരുന്ന സ്ക്രിപ്റ്റില് അതേപടി തന്നെ പറയണം. ലൈക്ക് ഈവൻ വേർഡ്സ് ഇത് സ്വാപ്പ് ചെയ്യാൻ പോലും പറ്റില്ല. അതായത് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നത്, നീ ഇവിടെ എന്തിനാ വന്നേന്നോ അങ്ങനെ ലൈക്ക് അങ്ങനെ പറ്റില്ല. അപ്പൊ എനിക്ക് ഉള്ളിലേക്ക് എടുത്ത് എന്റെ ഒരു സാധനമായിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിനകത്ത് കൂടുതൽ ഇഷ്ടം, വർക്ക് ചെയ്യാൻ ഇഷ്ടം. മറ്റതും പോസിബിൾ ആയിരിക്കാം, ചിലപ്പോൾ അയാളുടെ വിഷൻ മാത്രമേ അത് ചെയ്യാവുള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കാം. പക്ഷെ എനിക്കത് ബുദ്ധിമുട്ടാണ്, എനിക്കത് എന്റേതാക്കാൻ പറ്റില്ല. ഹക്കീമിനെ ഇപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങി, ആളുകൾ എന്നെ നോട്ട് ചെയ്ത് തുടങ്ങി എന്ന് തോന്നുന്നത് ഏത് കഥാപാത്രം മുതലാണ്? എനിക്കൊന്ന് പ്രണയവിലാസം, വിനോദിൽ നിന്നാണ്. പ്രണയവിലാസം അറിയിക്കഴിഞ്ഞാൽ പ്രണയവിലാസം ഹിറ്റും ആയതുകൊണ്ട് ആളുകൾ ഒരുപാട് പേര് കണ്ടു. ലൈക്ക് നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞുണ്ടാകുന്ന ഒരു 2-3 മാസത്തിന്റെ ആ ഒരു റിപ്പിൾസ് ഉണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാവും. അവർക്ക് എത്രത്തോളം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പടം എത്രത്തോളം ഹിറ്റാണ് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കടസിലെ ബിരിയാണി ഹിറ്റായപ്പോൾ ആളുകൾ സംസാരിക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് മൂവി ബഫുകൾ ഉണ്ടല്ലോ, കുറച്ചും കൂടെ സിനിമയായിട്ട് കാണുന്ന അങ്ങനത്തെ ഒരു ക്രൗഡിനാണ് അത് വർക്കായത്. തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളാണ് സംസാരിക്കാൻ വരുന്നതും സിനിമയിൽ കുറച്ച് ക്രിട്ടിസൈസ് ചെയ്ത് കാണുന്ന ആളുകൾ, അങ്ങനത്തെ കുറച്ച് ആളുകൾ ആഴത്തില് സിനിമ അത് തന്നെ. അപ്പൊ അങ്ങനത്തെ ഉള്ള ആളുകൾക്കാണ് ആ പടം വർക്കായത്. അപ്പൊ ഇത് പല പല ഡിമെൻഷനിൽ പല പല സ്ഥലത്തുള്ള ആളുകൾക്കാണ്. ഹക്കീമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പ്രേക്ഷകർക്ക് എപ്പോഴും താല്പര്യം ഉണ്ടാവും. തൊടുപുഴക്കാരനാണ് അല്ലേ? ഫാമിലിയൊക്കെ എല്ലാവരും എന്റെ നാട് തൊടുപുഴയാണ്. തൊടുപുഴ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് പറഞ്ഞാൽ പ്ലാന്റേഷൻ കവല എന്നാണ് ഞാൻ ജനിച്ച സ്ഥലം. എന്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ അവിടെയായിരുന്നു. ഞാൻ പഠിച്ചത് 5 വരെ എൻ്റെ തൊട്ടടുത്തുള്ള ഭൂതാളിമറ്റം എന്ന് പറയുന്ന സ്കൂളിലാണ്. പിന്നെ 6 തൊട്ട് +2 വരെ ഞാൻ നവോദയയിലായിരുന്നു. നവോദയ 10 വരെ കുളമാവ് നവോദയം, +1 +2 എറണാകുളം നവോദയയിലായിരുന്നു. പിന്നെ ബികോം നിർമ്മല കോളേജിലായിരുന്നു. കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയായിട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ച്. അല്ല, ഈ സ്കൂൾ കാലം തൊട്ട് തന്നെ ശരിക്കും അഭിനയത്തോടുള്ള ഒരു അഭിനിവേശം ഉണ്ടോ? സ്റ്റേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലൈക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനോ സംസാരിക്കാനോ അല്ല, എനിക്ക് അത് പേടിയാ. പക്ഷെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നാടകം ചെയ്യാനോ ഡാൻസ് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഡാൻസ് കളിക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ബേസിക്കലി ക്ലാസ് കട്ട് ചെയ്ത് സ്റ്റേജിൽ കയറാൻ പറ്റുന്ന പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ സ്പോർട്സിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ കയറാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ അതിന് പുറത്തുള്ള എല്ലാ കലാപരിപാടികളും എല്ലാ കലാകാരന്മാരും അങ്ങനെ അതിന്റെ പുറത്തുള്ള എല്ലാ കലാപരിപാടികളിലും സജീവമായിരുന്നു. ഈ കോളേജ് കാലത്താണ് ഒന്നും കൂടി സീരിയസ് ആയിട്ട് ആലോചിച്ചത്. സിനിമ തന്നെയാണോ ആലോചിച്ചത്, അതോ നാടകം? അങ്ങനെ അല്ലല്ല, സിനിമ തന്നെയാണ് ആലോചിച്ചത്. എനിക്ക് പട്ടാളത്തിൽ ചേർന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പട്ടാളം അല്ലെങ്കിൽ സിനിമ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അങ്ങനെ പിന്നെ തീരുമാനിക്കുമ്പോൾ പിന്നെ സിനിമ തന്നെ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ 3rd ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആക്ലാബ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ആ വർക്ക്ഷോപ്പിൽ ഇരിക്കുമ്പോഴാണ് ABCD അവിടെ അന്ന് മാട്ടിപ്രക്കാട്ട് അവിടെ വരുന്നത്. ഞങ്ങളെ ഒരു 5-6 പേരെ അതിനകത്ത് സെലക്ട് ചെയ്യുന്നു. ഈ സിനിമയുടെ ABCD പഠിക്കുന്നത് ABCD അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ഇടയ്ക്കിടയ്ക്ക് മാട്ടിപ്രക്കാട്ടായിട്ട് കീപ്പ് ചെയ്യായിരുന്നു. അങ്ങനെ ചാർലിയിൽ കിട്ടി. സഹസംവിധാനമായിട്ട് എന്നെ കയറ്റി. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രണയവിലാസം ഇവർ തന്നെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ്
പ്രണയവിലാസത്തിന് ശേഷമാണോ തിരക്കായത്? ആ, തീർച്ചയായും. അങ്ങനെ പറയാലോ അല്ലേ, തിരക്കത് ഇപ്പൊ. തിരക്കെന്ന് പറഞ്ഞാൽ അത്ര തിരക്കൊന്നുമില്ല. എന്നാലും ഇപ്പൊ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇടവേളകളിൽ അതെ, ഹക്കീമിന്റെ പടം വരുന്നുണ്ട്. അതെ, അതെ. ഇനിയിപ്പോ വലിയ പടങ്ങൾ വരാനുണ്ട് അല്ലേ? ബസൂക്കയെ കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെ പറയാമോ? ബസൂക്ക എനിക്ക് അങ്ങനെ എന്റെ ക്യാരക്ടർ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല. അത് അവര് തന്നെ ചെയ്തോളും. ഇപ്പൊ എന്തായാലും പടം ഒരു 2-3 മാസത്തിനുള്ളിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് ഈ പറയുന്ന പോലെ മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് ഹക്കീമിനോട് എന്നുള്ളതാണ്. അതായത് പ്രണയവിലാസം കണ്ടതുകൊണ്ടാണ് ഞാൻ നിന്നെ, അതൊരു നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അത് ഞാൻ അറിഞ്ഞിരുന്നു മമ്മൂക്കയാണ് അവനെ വെച്ചാൽ മതി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 2-3 ദിവസം മുന്നേ ഫാമിലി ആയിട്ട് കണ്ടിരുന്നു. അപ്പോ അത് വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പടം കണ്ടിരുന്നു, അതുകൊണ്ടാണ് നിന്റെ 3 പേരുണ്ടായിരുന്നു, 3 പേരിൽ 3 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്നാ പിന്നെ ഇവനെ വെക്കാൻ പറഞ്ഞു മമ്മൂക്കയാണ്. പക്ഷെ ഷൂട്ട് തുടങ്ങിയ 3-4 ദിവസമായിട്ടും അതൊന്നും പറയുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ നൈസായിട്ട് പ്രണയവിലാസത്തിന്റെ കാര്യം എടുത്തിട്ടപ്പോ പുള്ളി പറഞ്ഞു, ഞാൻ ഈ പടം കണ്ടോണ്ടാ താനിപ്പോ എനിക്കറിയാം, സന്തോഷമുണ്ട്. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അതെങ്ങനെ ചെയ്തു, ആ ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ചു, എങ്ങനെയാണ് അതെന്താ ചെയ്തത്, മുടി എന്താ ചെയ്ത ആ സമയത്ത്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അങ്ങനെ അതെല്ലാം ചോദിച്ചു. അപ്പൊ അതൊരു രസമല്ലേ. ഇപ്പൊ എന്ത് അവാർഡ് കിട്ടിയാലും ഇതിന്റെ അത്രയും വരില്ലല്ലോ. ശ്രദ്ധിച്ചിരുന്നു, വലിയ കാര്യം. അപ്പൊ അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു എനിക്ക്. ഒരു കട്ടിൽ ഒരു മുറിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ രഘുനാഥ് പാലേരിനെ പോലെ ഒരാൾ, അതായത് മലയാള സിനിമയിൽ ഒരേ സമയത്ത് ക്ലാസിക് മൂവികൾക്കും തിയേറ്ററിൽ ഹിറ്റായി മാറിയിട്ടുള്ള കൊമേഴ്ഷ്യൽ മൂവികൾക്കും തിരക്കഥ ഒരുക്കിയിട്ടുള്ള ഒരു, ഇന്ന് നമ്മൾ പറയുന്ന ഒരു ലെജൻഡറി തിരക്കഥാകൃത്താണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം, അതൊരു വലിയ ഇടവേള എന്ന് തന്നെ സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് നമുക്ക് പറയാം. അത്തരം ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു പുതിയ കാലത്ത് ഒരു സിനിമ എടുക്കുമ്പോൾ അതില് നായക കഥാപാത്രം ചെയ്യുന്നത് ഹക്കീം ഷാജഹാനാണ്. അപ്പൊ അതൊരു വലിയ ഭാഗ്യം എന്നല്ല ഞാൻ പറയുന്നത്, അതൊരു അവസരം ഹക്കീമിലേക്ക് എത്തി എന്നുള്ളതിനെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? പുള്ളിയുടെ അത് മാത്രമല്ല, ഈ കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ള, പുള്ളിയുടെ കൂടെ അഭിനയിക്കും ചെയ്തു. തീർച്ചയായും. എനിക്ക് ഞാൻ പുള്ളിനെ വിളിക്കുന്നത് പാലേരി മാണിക്യം. ഭയങ്കര ജമ്മാണ് മനുഷ്യൻ. അതായത് എന്താ പറയാ, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഇദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമൊക്കെ, ഇനി ഇങ്ങനെ സ്ക്രിപ്റ്റ് തരുവോ ലോകത്തിന് എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. കാരണം 16 വർഷമായി, ഞാൻ കൊത്തിലാണ് ഞാൻ ആദ്യം കാണുന്നത്, 16 വർഷമായി ഒരു സിനിമ ചെയ്തിട്ട് ഇനി സ്ക്രിപ്റ്റ് എഴുതുമോ, ഇനി സ്ക്രിപ്റ്റ് എഴുതിയാൽ തന്നെ എനിക്ക് അതിനകത്ത് അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു തോന്നലാണ്. കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഏതൊരു പടം അമ്പൂക്കായിട്ട് അൻവർ റഷീദുക്കായിട്ടൊരു പരിപാടി എന്തോ അനൗൺസ് ചെയ്തിട്ടിരിക്കുന്ന എന്തോ സമയമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അടിപൊളി സ്ക്രിപ്റ്റ് ആയിരിക്കും, എനിക്കതിനകത്ത് എന്തെങ്കിലും പരിപാടി കിട്ടുമായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിനും പക്ഷെ എനിക്ക് പുള്ളിയായിട്ടുള്ള സൗഹൃദം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ് സംസാരിച്ചിരിക്കാൻ. അല്ലല്ല, ഈ സിനിമയിലൂടെയാണ് എനിക്ക്. അപ്പൊ എനിക്ക് പുള്ളിയായിട്ടുള്ള സൗഹൃദം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കും, ഇടയ്ക്ക് സംസാരിക്കും. പുള്ളിയുടെ ഒരു ക്യാരക്ടർ പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ പുള്ളി എന്ന് വിളിക്കുന്ന റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രയോഗമായിരുന്നു. പുള്ളിക്ക് അതൊരു പ്രശ്നം ഉണ്ടാവില്ല, പുള്ളിക്ക് ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാവില്ല. തീർച്ചയായും. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ എന്തായിരുന്നു സംസാരിച്ചു വരുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്ന ഒരു പരിപാടി ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെ നല്ല പരിപാടി എന്നായിരിക്കും, എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഷാനവാസൊക്കെ വിളിച്ച് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും, അല്ല ആദ്യം പലരി സാറെ വിളിച്ചോണ്ട് ഒരു പരിപാടി ഉണ്ട് ഇങ്ങനെയുണ്ട്. എനിക്ക് കിളി പോയ പോലെ എനിക്കോ ആദ്യം ഈ കഥ കേൾക്കുമ്പോ അതിൽ ഹക്കീമാണെന്നൊന്നും ഹക്കീം അറിയുന്നില്ല. അല്ല, എനിക്ക് ചെറിയ ചെറിയ ഹിന്റുകളെ പറയുന്നുണ്ടോ. അന്ന് ഞങ്ങള് ഒരു തമിഴ് ക്യാരക്ടറിനെ കുറിച്ചും ഇതിന്റെ ഒരു എന്താണ് ഒരു ഫിലോസഫിക്കൽ തലമൊക്കെയാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. ഞാനിങ്ങനെ ഭയങ്കര ട്രിപ്പ് ചെയ്ത് കേട്ടിരുന്നിട്ടൊക്കെ ഉണ്ട്. പുള്ളിയുടെ ലൈഫിലുണ്ടായിട്ടുള്ള സ്നേഹബന്ധങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ, അച്ഛന്റെ റിലേഷൻ, ഭാര്യയായിട്ടുള്ള റിലേഷൻ, ഇങ്ങനെ റിലേഷൻ ഇൻ ദ സെൻസ് ആ ഒരു പ്യൂരിറ്റി ഓഫ് ലവ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് രസമായി പറയുന്ന ആളാണ്. ഞാൻ പുള്ളിയുടെ സംസാരം ഇപ്പൊ ഈ സിനിമയിൽ ബന്ധപ്പെട്ട കേൾക്കുമ്പോ പുള്ളി ഇതിനെ കൺസീവ് ചെയ്തിട്ടുള്ളത് വളരെ രസമായിട്ടാണ് പറയുന്നത്. അതായത് ആ ഒരു മുറി, ആ ഒരു കട്ടിൽ, അതിൽ ഈ കഥാപാത്രങ്ങളാണ്, അവരുടെ മനസ്സിനെയാണ് ഞാൻ ഈ കട്ടിലായിട്ട് കാണുന്നത്. അങ്ങനെയൊക്കെയാണ് പുള്ളി സംസാരിക്കുക. അപ്പൊ എപ്പോഴും ഭയങ്കര രസമാണ് സംസാരിച്ചത്. എന്തെങ്കിലും ഡൗൺ ഉണ്ടായി ഞാൻ ഇടയ്ക്ക് ചുമ്മാ വിളിച്ച് കുറച്ച് 10 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകും. അപ്പോൾ ഭയങ്കര രസമാണ്. അപ്പൊ ഇത് ക്യാരക്ടർ ഇതിങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ സ്ക്രിപ്റ്റ് പോലെ എനിക്കൊന്നും കാണും, ഞാൻ എല്ലാം ഇന്നാണ്, ഞാൻ ഓൾറെഡി ഇന്നാണ്, ഞാൻ ഓക്കെയാണ്, ബാക്കി പരിപാടി നമുക്ക് നോക്കാന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടത്.
ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ് ഒരു കെട്ടിലൊരു മുറി. ഇപ്പൊ കൂടെ ഉള്ളവരെ കുറിച്ച് നമുക്ക് പറയാം. ഇപ്പൊ പൂർണിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്കമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ നേരത്തെ ഈ പറഞ്ഞ പോലെ വിനോദിന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോ കയ്യിന്ന് പോകാൻ സാധ്യത ഉള്ള ഒരു കഥാപാത്രമാണ്. ഡ്രാമ ഡയലോഗുകള് പിന്നെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണല്ലോ. കൂടുതൽ പറയുന്നില്ല, പ്രേക്ഷകർ കണ്ടന്റ് അറിയേണ്ടതാണ് അവരുടെ പെർഫോമൻസ്. പൂർണിമ ചേച്ചി ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസും ഭയങ്കര ഈ പടത്തിന്റെ ഭയങ്കര ഇമോഷണൽ മൊമെന്റിലൊക്കെ ആ ഒരു വിറയോട് കൂടിയുള്ള സംസാരമൊക്കെ കാണുമ്പോഴേ നമ്മൾ ചങ്കുപെടയും. അങ്ങനത്തെ ഒരു പെർഫോമൻസ് എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. അത് കണ്ടിരിക്കാനും അക്കമ്മയായിട്ട് പുള്ളിക്കാരി പെർഫോം ചെയ്യുന്നത് കാണാനും ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ കോവിഡ് കാലത്തിനൊക്കെ ശേഷം മലയാളത്തിൽ ആ സമയത്തും അതിനുശേഷമൊക്കെ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള ഭാഷകളിൽ നിന്നുള്ള ആളുകൾ വരെ മലയാള സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. വളരെ നല്ല സിനിമകൾ വരുന്നു. മലയാള സിനിമ ഭയങ്കരമായിട്ട് മാറ്റത്തിന്റെ ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. ആ മാറ്റത്തെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അത് എങ്ങനെയാ തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ കോവിഡ് കഴിഞ്ഞപ്പോ തൊട്ട് ഓഡിയൻസിന് ഇപ്പൊ ഒരു ഇതിനൊരു ബിസിനസ്സുമായിട്ട് മാത്രം കണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങളെല്ലാം റിജക്ട് ചെയ്യുന്നുണ്ട് ഓഡിയൻസ്. പുഷ്പം പോലെ തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ കണ്ടന്റ് ഉള്ള നല്ല എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള പടങ്ങൾ ഭയങ്കര രസമായിട്ട് ഹിറ്റ് ആവുന്നുണ്ട്. അത് കടന്നു പോകുന്നൊരു കയ്യും കണക്കില്ല. മലയാള സിനിമയൊക്കെ 100 കോടിയൊക്കെ എത്ര പ്രാവശ്യം കവർ ചെയ്തു, നമ്മൾ ചുമ്മാ കവർ ചെയ്ത പോലെ. നമുക്ക് അത്രയധികം കപ്പാസിറ്റി ഇല്ല. ഞാൻ ഈ കടസിലെ ബിരിയാണി കഴിഞ്ഞ് ഞാൻ 2-3 തമിഴ് പടം ഞാൻ ഒരുമിച്ച് ചെയ്തു. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഒരു കോവിഡ് കഴിഞ്ഞിട്ട് 2022 ആ സമയത്തൊക്കെ അപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും മലയാളം ആക്ടേഴ്സിനെ വേണമെന്ന് ഇവർ പറയുന്നത് കാരണം നല്ല പെർഫോമൻസും നല്ല കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഈവൻ ദോ അത് ചെറിയ ഇൻഡസ്ട്രിയാണ്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ആവറേജ് പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് മിനിമം 3.5-4 CR ഒക്കെ ഉണ്ടാവും. അതേസമയം തമിഴിന് അവിടെ 20-25 CR ഒക്കെ ഉണ്ടാവും. കാരണം അത്ര വൈഡ് ഓഡിയൻസ് ആണ്. തെലുങ്കാണ് പറയേ വേണ്ട, അത്രയധികം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ പരിമിതമായിട്ടുള്ള നമ്മുടെ ഓഡിയൻസിന് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഭയങ്കര നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്നു. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നല്ല കണ്ടന്റ് കൊടുത്താലേ പ്രേക്ഷകർ സ്വീകരിക്കൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ അതില് ഈ പ്രേക്ഷകരുടെ ഒരു റിവ്യൂവിന് വലിയ സ്വാധീനമില്ലേ? തീർച്ചയായും നമ്മള് ഈ പറയുന്ന നമ്മളിപ്പോ വഴക്ക് പറയുന്ന നമ്മളിപ്പോ ആൾക്കാര് പേരെടുത്ത് പറയുന്നില്ല, പല ആളുകളും റിവ്യൂവേഴ്സ് ഇവിടെ ഉള്ളവര് പറയുന്നതിനെ തെറി വിളിക്കുന്ന ഫിലിം മേക്കേഴ്സിനെ കണ്ടിട്ടുണ്ട്. മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും. അത് അവരുടെ ഇപ്പൊ നല്ല സിനിമ ഉണ്ടാവുന്നതിന് ഇവരുടെ കോൺട്രിബ്യൂഷൻ മാറ്റി നിർത്താൻ പറ്റില്ല. അവരുടെ കഠിനമായിട്ടുള്ള പ്രയത്നം തന്നെ ഇതിനകത്തുണ്ട്. അത് ചിലപ്പോ കുറച്ച് ബയസ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ആയിരിക്കാം അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും റിവ്യൂവേഴ്സിന്റെ സ്ഥാനം വളരെ വലുതാണ്. കാരണം ഇവര് പറഞ്ഞത് കൊണ്ടും ഇവര് നാണം കെടുത്തിയത് കൊണ്ടും ഒരുപാട് പേര് നന്നായിട്ടുമുണ്ട്. എനിക്ക് പേഴ്സണലി പല പടങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടുള്ള ആൾക്കാരെ അറിയാം. പല പടങ്ങൾ ഡ്രോപ്പ് ആക്കിയിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ റീതിങ്ക് ചെയ്യും, നമ്മളിത് പിടിക്കണോ? കാരണം പണ്ട് ഈസിലി ആയിട്ട് നടന്ന കാര്യങ്ങൾ ഇപ്പൊ ആൾക്കാർ മുഖത്ത് നോക്കി രാജാവ് നഗ്നനാണെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഒരു സിനിമയായിട്ട് അതിന്റെ തിരക്കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ അത് സംവിധാനം ചെയ്യുമ്പോൾ അഭിനയിക്കുമ്പോൾ ഒക്കെ പണ്ട് വളരെ സ്വാഭാവികമായ രീതിയിൽ നടന്നു പോയിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്നത്തെ തമാശ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബോഡി ഷെയ്മിങ് ആണ്, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ പക്ഷെ ഇന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കഥ എഴുതുമ്പോൾ തന്നെ ഇതിൽ ബോഡി ഷെയ്മിങ് അല്ല തമാശയായിട്ട് വരേണ്ടത്, അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ ഡയലോഗുകളല്ല വരേണ്ടത്. കണ്ടന്റിനെ കുറിച്ച് തന്നെ പൊളിറ്റിക്കലി ചിന്തിക്കുകയും അത്തരത്തിൽ സിനിമ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംവിധായകർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആക്ടേഴ്സ് തന്നെയും അതിൽ ഞാൻ പറയില്ല എന്ന് പറയുന്ന ആക്ടേഴ്സ് ഉണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ ഹക്കീം തന്നെയും ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധവാനാണോ? ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഒരു സൊസൈറ്റിയെ നന്നാക്കാൻ ഒരു ആക്ടർക്കോ ഒരു ക്രിയേറ്റർക്കോ എത്രത്തോളം പറ്റും എന്നുള്ളതിന് എനിക്കറിയില്ല. ബേസിക്കലി എനിക്കറിയില്ല. ഒരു ആക്ടർ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ടോ ഒരു സൊസൈറ്റി നന്നാവുമോ? അത് ഒരു ആക്ടറുടെ ജോലിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു വിഭാഗം ആൾക്കാരെ, കുറച്ച് ന്യൂനപക്ഷത്തെ കളിയാക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കണം. കാരണം ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ ഫ്രണ്ടിലോട്ടാണല്ലോ ഇത് ഇറങ്ങിപ്പോവുക. നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതിനകത്തൊരു വേറൊരു എലമെന്റ് ഉണ്ട്. ഇപ്പം വില്ലൻ ചെയ്യുന്ന വില്ലൻ ഇപ്പൊ റേപ്പിസ്റ്റോ ഒരു കൊലപാതകയാണെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു സിനിമ അതിനെ വളം വെച്ച് കൊടുക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ വരുന്നത്. പക്ഷെ ഇപ്പൊ പടത്തിന്റെ
സെക്കൻഡ് ഹാഫ് വരെ ഒരു കളിയാക്കുന്ന പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു നായകൻ ഒരു ഇൻസിഡന്റ് കൊണ്ട് നന്നാവുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുന്ന ഒരു നായകനെ നന്നാക്കാൻ ആ ഒരു ഇൻസിഡന്റ് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളൊരു സന്ദേശം കഥയുടെ ഇതല്ലേ. അപ്പൊ നമുക്ക് എന്നാൽ അപ്പൊ പക്ഷെ നിങ്ങൾ പറയും, അപ്പോ ഓഡിയൻസ് പറയും ഫസ്റ്റ് ഹാഫിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരുന്നു എന്ന് പറയും. എന്നാലേ ഇയാൾ നന്നാവുള്ളൂ, ഇല്ലെങ്കിൽ അതാണ് ഇയാളുടെ മാറ്റം നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് അതിന് ഒരു 100% ഒരു കോളോ ഒരു അഭിപ്രായം എനിക്ക് അതിനകത്ത് പറയാനില്ല. കാരണം അത് പിന്നെ ഇത് സബ്ജക്റ്റീവാണ്. ചിലർക്ക് ഇത് ഓക്കെ ആയിരിക്കാം, ചിലർക്ക് അതിലെന്താ പ്രശ്നം തോന്നാം. പിന്നെ സിനിമ, മൂന്നാമത്തെ കാര്യം സിനിമയായിട്ട് കാണണം എന്നുള്ളതാണ്. ഇത് പ്യൂർ എന്റർടൈൻമെന്റ് ആണ്, ഇതൊരു ബിസിനസ് ആണ്, ഇതൊരു കച്ചവട സാധനമാണ്. അപ്പൊ ബിസിനസ്സായിട്ടും സിനിമയായിട്ടും കാണാം. അത്ര പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അഭിനയിക്കുന്നവരോ ഈവൻ ക്രിയേറ്റേഴ്സ് പോലും ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പൊ അതായത് ഹക്കീം വന്ന ഒരു ജേണി പറഞ്ഞല്ലോ സിനിമയിലേക്ക്, ABCDയിൽ നിന്ന് തുടങ്ങി പിന്നെ സഹസംവിധായകനായി അങ്ങനെയൊക്കെ വരുന്ന ഒരു ജേണി ഉണ്ടല്ലോ. പക്ഷേ എങ്കിൽ പോലും ഇപ്പൊ കോളേജ് കാലത്തൊക്കെ നടനാവാൻ ആഗ്രഹിക്കുകയും അന്ന് ഓഡീഷനൊക്കെ പോയിട്ടാണ് ഹക്കീം കടന്നു വരുന്നത്. ഒരു പ്രയത്നം ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഒരു സ്ട്രഗിളിംഗ് ഉണ്ട് അതിന്. പക്ഷേ ഇപ്പൊ സിനിമയുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും ഡയറക്റ്റ് ആയിട്ട് ആ ഇൻഡസ്ട്രിയിലേക്ക് കയറാനും നായകനായിട്ട് തന്നെ ആദ്യത്തെ സിനിമയൊക്കെ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പലരും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ നെപ്പോട്ടിസത്തേക്ക് എങ്ങനെയാ കാണുന്നത്? ഇതിപ്പോ എത്ര നെപ്പോട്ടിസം ഉണ്ടെങ്കിലും ചിലപ്പോ ഫസ്റ്റ് മൂവി മാത്രമേ അയാൾക്ക് നെപ്പോട്ടിസം വഴി കിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അയാളുടെ കഴിവാണ്. അയാൾ പെർഫോം ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് റിജക്റ്റ് ചെയ്യും. വേറെ ഒന്നും ചെയ്യാനില്ല. അത് ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ നമ്മൾ നോക്കി കാണുന്ന ഇപ്പൊ നെപ്പോട്ടിസം ഉള്ള കിഡ്സ് അല്ലെ, നെപ്പോ കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാർ അവർ കഴിവുള്ളതുകൊണ്ട് നിൽക്കുന്നത്, അല്ലാതെ നിൽക്കാൻ പറ്റില്ല. നിൽക്കാൻ ഈ പറഞ്ഞ ഫസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമേ അവർക്ക് നെപ്പോട്ടിസം വഴി കിട്ടുള്ളൂ. ബാക്കി എത്ര ചെയ്താലും സിനിമ റിജക്ട് ചെയ്ത് കളയും. പക്ഷെ അവർക്ക് എത്താൻ പറ്റുന്നു എന്നുള്ള ഒരു പ്രിവിലേജ് തന്നെയാണ്. സിനിമയിൽ എത്താൻ തീരെ പാടില്ല. സിനിമയിൽ എത്താൻ വളരെ ഈസിയാണ്. 3 ഓഡിഷൻസ് അറ്റൻഡ് ചെയ്താൽ തന്നെ സിനിമയിലുള്ള കോണ്ടാക്ട്സ്, നല്ല മെജോറിറ്റി ഓഫ് കോണ്ടാക്ട്സ് കിട്ടും. സിനിമയിൽ എത്താൻ തീർച്ചയായിട്ടും സിനിമയിൽ നിന്ന് പഴയ്ക്കാനാണ് പാട്. എപ്പോഴും പിള്ളേരുണ്ടല്ലോ റീൽസ് ഇട്ട് സിനിമയിൽ കയറുന്ന ഇഷ്ടം പോലെ കഴിവുള്ള മിടുക്കന്മാരായിട്ടുള്ള പിള്ളേരില്ലേ, എത്രയോ പേരുണ്ട്. എൻ്റെ തന്നെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. ഞാൻ ഏകദേശം 10-100 ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് എനിക്കൊരു നല്ല കോണ്ടാക്ട്സും നല്ല സിനിമകളുടെ കോണ്ടാക്ട്സും കിട്ടുന്നത്. പക്ഷെ ഇതിനകത്ത് ഏകദേശം ഒരു 30%-40% മാർക്കറ്റിംഗ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു 20% നല്ല ഓഡിഷൻസ് ഉണ്ടാവുള്ളൂ, ജെന്യുവൻ ഓഡിഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സിനിമയിൽ ഇപ്പോഴും പറയുന്ന സിനിമയിൽ കയറി കൂടാനോ, സിനിമയിൽ ഇപ്പോൾ നമ്മളൊരു ഡയറക്ടർ വന്ന് നമ്മൾ ഓഡിഷൻ ചെയ്യാനിരിക്കുന്നു, ഈ 20% കൂട്ടിക്കും. ഈ ഡയറക്ടർ മുന്നിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അയാൾ ഉറപ്പായിട്ടും നമുക്കൊരു പ്രൊമിനന്റ് റോൾ അവിടെ തന്നിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ സിനിമയിൽ കയറാൻ യാതൊരു പാടുമില്ല. നിന്ന് പഴയ്ക്കാനാണ് പാട്. ഭയങ്കര പ്രശ്നമാണ് ഇവിടെ നിന്ന് പഴയ്ക്കാൻ. ആദ്യം പോയ ഓഡിഷൻ ഏതായിരുന്നു? ആദ്യത്തെ ഓഡിഷൻ കിട്ടിയോ? ഇല്ല, ഒരുപാട് ഓഡിഷൻസ്. എൻ്റെ അമ്മോ, അങ്ങനെ ഒരു ഓഡിഷൻസും കിട്ടിയിട്ടില്ല. ഈ ഓഡിഷൻ ചെയ്യുന്നതിൽ നിന്ന് പഠിച്ച കാര്യം എന്താ? ആക്ടിങ്ങിൽ അത് വ്യത്യാസം വരുത്തിയോ എന്തെങ്കിലും? നമ്മള് കുറെയൊക്കെ ഓഡിഷൻസ് ഒരു ആക്ടിങ് ആണല്ലോ, ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അപ്പോൾ ഇത്ര ആൾക്കാരുടെ മുന്നിൽ ചിലപ്പോൾ സ്റ്റേജിൽ എല്ലാവരുടെ മുന്നിലായിരിക്കും പെർഫോം ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ ഡയറക്ടറും ക്യാമറ ടീമും മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഈ വന്നേക്കുന്ന പിള്ളേരെല്ലാവരും കാണാനുണ്ടാവും. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അതൊക്കെ. വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ നിലവിൽ കാണുന്ന ഒരു രീതി, കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ആർട്ടിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളാണെങ്കിലും അവരൊക്കെ ഇപ്പോൾ നമ്മൾ നോർത്തിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ പാപ്പരാസികളെ പോലെ പാപ്പരാസി ആ ഒരു തരത്തിൽ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു നമ്മുടെ യൂട്യൂബ് ചാനലുകൾ, അത്തരത്തിൽ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ. ഞാൻ ചോദിക്കുന്നത്, ഈ നിങ്ങൾക്കിപ്പോൾ വ്യക്തിപരമായി തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ പറയുന്ന ഒരു പാപ്പരാസി രീതികൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു രീതി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പോൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി അവരെ ഫോളോ ചെയ്യാം. ഇപ്പോൾ അത് മരണവീടാണെങ്കിലും ഒരു പിറന്നാൾ നടക്കുന്ന ഒരു ചടങ്ങാണെങ്കിലും വളരെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഒരു സ്പേസിലേക്ക് ഒരു കൂട്ടം ആളുകൾ ക്യാമറയും എടുത്ത് വരുമ്പോൾ നിങ്ങളുടെ പ്രൈവസി അതിനെ എങ്ങനെയാണ്? അപ്പോൾ വ്യക്തിപരമായ അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ കല്യാണ സമയത്തൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, ഇവർ വരുന്നത് ഇവരുടെ ഒരു 10,000-30,000 വ്യൂവർഷിപ്പിനും അതിന് മോണിറ്റൈസ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് വരുന്നത്. അതിനെ നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് പറയാനേ പറ്റുള്ളൂ. നമ്മൾ
എന്താ പറയുക, നമുക്ക് ഇവരോട് റൂഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തമ്പനയിൽ വരും ഹക്കീം ഷാജഹാൻ അങ്ങനെ ചെയ്തപ്പോൾ, ഇങ്ങനെ ചെയ്തപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് വളരെ മോശം കമൻസ് ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, അത് അവരുടെ വയറ്റിപ്പഴപ്പും അവരുടെ ചോറും ആയതുകൊണ്ട് അവരത് അങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വ്യക്തിപരമായി തന്നെ അങ്ങനെ അനുഭവം വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല. ബുദ്ധിമുട്ടുമല്ലേ അത്? ഞാൻ ഇപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ കല്യാണത്തിന് വിളിച്ചു ചോദിച്ചപ്പോൾ വരരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്ന ആളുകളുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് മുഖം കണ്ടാൽ അറിയാവുന്ന, ഇല്ലെങ്കിൽ ആരൊക്കെ വന്നു എന്ന് അറിയാവുന്ന ആൾക്കാരും ഉണ്ട്. ഏതൊക്കെ ചാനൽസ് ആണെന്നും അറിയാം. പക്ഷെ ഈവൻ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് റിമൂവ് ചെയ്യണമെന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് അവർ റിമൂവ് ചെയ്യാത്തതാണ്. അവർ വന്നു എടുത്തു, ഓക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ പ്ലീസ് റിമൂവ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് റിമൂവ് ചെയ്യാതിരിക്കുമ്പോഴാണ് അവരത് എത്രത്തോളം ഇത് ഞങ്ങളുടെ റൈറ്റ് ആണെന്ന് വിചാരിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് ജേർണലിസം എന്താണെന്നോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ജേർണലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച എക്സ്പീരിയൻസോ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരു ക്യാമറയും ഒരു ഫേസ്ബുക്ക് ചാനൽ അല്ലെ യൂട്യൂബ് ചാനലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മീഡിയയായി മാറും. നമ്മുടെ ഒരു പ്രൈവസീനെ, നമ്മുടെ ഒരു ഡിഗ്നിറ്റീനെ ബാധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഇനി നമുക്ക് അതിന് അങ്ങനെ ഇരുന്ന് കൊടുക്കണ്ട എന്നുള്ള തീരുമാനമൊക്കെ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്കൊക്കെ നമുക്ക് ഒരു സെലിബ്രിറ്റി ആക്ടർ എന്നുള്ള നിലയ്ക്കല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളും ഇങ്ങനത്തെ തംബ്നെയിൽസും ഇങ്ങനത്തെ എന്താ പറയുക അനുമാനങ്ങൾ എന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം ഒരു വാർത്ത ഒരാളെക്കുറിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അയാൾ ചെയ്യാത്ത കുറ്റമായിക്കോട്ടെ ചെയ്ത കുറ്റമായിക്കോട്ടെ, പക്ഷെ അതിനെ തീർച്ചപ്പെടുത്തിക്കൊണ്ടൊരു തംബ്നെയിൽ വെച്ചിട്ടൊരു സാധനം വരുമ്പോഴത്തെ ഓഡിയൻസ് എല്ലാം മുഴുവൻ ഇരുന്ന് കാണണമെന്നില്ല, 30 മിനിറ്റ് ഇരുന്ന് കാണണമെന്നില്ല. അതിൻ്റെ സത്യാവസ്ഥ അവിടെ ആയിരിക്കും വെളിപ്പെട്ട് വരുന്നത്. പക്ഷേ അവർ ഈ ഒരു തംബ്നെയിൽ കണ്ട ദിവസമാണ് അയാളത് ചെയ്തു ഇല്ലെങ്കിൽ അയാൾ ചെയ്തില്ല എന്നുള്ള തരത്തിൽ അതായി മാറും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് പറഞ്ഞാൽ മതി, ഒരു ആക്ടറോ ഇല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ ഒരു പൊളിറ്റീഷ്യനോ പോലീസുകാരനോ ആരും ആയിക്കോട്ടെ, ഇവർ കൊണ്ടു നടന്ന് കൊട്ടിഘോഷിക്കുന്ന ഇവരുടെ ഇഷ്ടത്തിന് ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് ഇവരുണ്ടാക്കുന്ന തംബ്നെയിൽസ് ഭയങ്കര മോശമായിട്ട് തന്നെയാണ് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പാരലൽ മീഡിയ ഉണ്ടായതുകൊണ്ട് ബാക്കിയുള്ള പത്രമാധ്യമങ്ങൾക്കും പേരുദോഷവും ബാക്കിയുള്ള പത്രമാധ്യമങ്ങൾക്ക് നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള വഴിയും കൂടെയാണ്. കാരണം അവരെങ്കിലും മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നായി മാറും. അപ്പോൾ അവർക്കും കോമ്പറ്റീഷൻ, അവരും മര്യാദയ്ക്ക് പണ്ടത്തെ പോലെ ഫാക്ട്സ് ഇല്ലാതെ കാര്യങ്ങൾ അനുമാനിച്ച് കൊണ്ടുപോയിടാൻ ഇപ്പം ആരും നോക്കില്ല. ഐ മീൻ ജെനുവിൻ പത്രങ്ങളൊന്നും. കാരണം നമുക്കറിയാലോ, ഒരാളുടെ ചോദ്യം കേൾക്കുമ്പോഴേ അറിയാലോ ഇവനൊന്നും അറിയാതെ വന്നിരിക്കുന്നതാണെന്നും വെറുതെ വന്നിരിക്കുന്നവനാണെന്നും സിനിമയോട് താല്പര്യവും ഇല്ല, വെറുതെ അത് വ്യൂസ് കൂട്ടാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്നും. അതിപ്പോൾ ആൾക്കാർ റിവ്യൂ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ഇപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ പറയാൻ വേണ്ടി തന്നെ കച്ചകെട്ടി നടക്കുന്നു. അപ്പോൾ നമുക്കറിയാം അത് എന്താണ് നല്ലത് എന്താണ് മോശം എന്ന് ഓഡിയൻസിന് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, പക്ഷേ ഈ മാർക്കറ്റിംഗ് ഇല്ലാതെ ചിലപ്പോൾ സേഫ് ആവാതെ പോകുന്ന പടങ്ങൾ മാർക്കറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതുപോലെ പോയിരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയി മാറും. നമ്മൾ വഷളം ചോദ്യങ്ങൾക്ക് മുന്നിലിരിക്കേണ്ടി വരും. അയാൾ വന്നിറങ്ങിയപ്പോൾ കണ്ടോ, അയാളുടെ ഔട്ട്ഫിറ്റ് വർത്ത് എത്രയാണ്, ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരും. അയാളുടെ ഭാര്യയും കൂടെ വന്നപ്പോൾ കണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്താ തോന്നാറ്? ഇട്ടിരിക്കുന്ന ഷർട്ടിന് മുണ്ടിന് എന്താണ് വില? പുച്ഛവും ദേഷ്യവും തോന്നും. പക്ഷേ നമ്മളിങ്ങനെ ഞാൻ പണിയെടുത്ത കാശിന് ഞാൻ എന്ത് മേടിച്ചിട്ടാലെന്താ. ഇപ്പൊ ഇനി ഇറങ്ങാനിരിക്കുന്ന പടങ്ങളെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ ബസൂക്ക ഉണ്ട്, ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് അല്ലേ. പിന്നെ മീശ ഉണ്ട്, പിന്നെ 1-2 വെബ് സീരീസ് ഉണ്ട്, ഒരു 1-2 തമിഴുണ്ട്. ചെറിയ പരിപാടികളാണല്ലോ. അപ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളൂ, ആശംസിക്കാനുള്ളൂ, ഇനി തിരക്കുള്ളൊരു നടനായി മാറട്ടെ. മറ്റ് ഭാഷകളിലും നമ്മുടെ മലയാളത്തിലും ഒക്കെ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കട്ടിൽ ഒരു മുറി പ്രേക്ഷക പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ പേര് തിയേറ്ററിൽ തന്നെ പോയി കാണട്ടെ. അങ്ങനത്തെ അതന്നെയല്ലേ പറയാനുള്ള ആളുകളോട്? പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. പടം റിലീസായിട്ടുണ്ട്, നല്ല അഭിപ്രായമാണ് കിട്ടുന്നത്. അത്യാവശ്യം ഒരു പ്രണയം ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന ഒരു മാജിക് ഉള്ള ചെറിയ ഫാൻറ്റസി ഉണ്ടെന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു പടമാണ്. ലവിൻ്റെ ഒരു ഫിലോസഫിക്കൽ ആംഗിളൊക്കെ ഭയങ്കര രസമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു കട്ടിൽ ഒരു മുറി. താങ്ക് യു. അപ്പോൾ രുക്മാംഗദനെ പ്രേക്ഷകർ ഇനിയും സ്വീകരിക്കട്ടെ. നമ്മുടെ ഇത്ര നേരം സംസാരിച്ച് താങ്ക് യു ഹക്കീം. താങ്ക് യു സോ മച്ച്.